ഹലോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡിൽ ടേയങ് അവളെ പ്രപ്പോസ് ചെയ്താണ്. പക്ഷെ അവളാണ് സാഗിയാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് ഇവൻ അപ്പം തന്നെ റിജക്ട് ചെയ്ത്. അതിനുശേഷം ഇവിടെ സാഗിയാണ് കിംബോമിനെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവനും ആ ദേഷ്യത്തിൽ തന്നെ ആ ജോയുടെ വീട്ടിലേക്ക് ചെന്ന് അയാളുടെ കാറിന്റെ കണ്ണാടിയെല്ലാം പൊട്ടിത്തെറിപ്പിക്കും. അപ്പോഴാണ് ഇത് കണ്ട് ജോയാണ് പേടിച്ചിട്ട് ഇവനെന്താ വട്ടാണെന്ന് പറഞ്ഞ് അവനോട് ദേഷ്യപ്പെടുമ്പോഴാണ് സാഗി അതിനേക്കാളും ദേഷ്യത്തി ഇയാൾ എന്തിനാ അന്ന് കിംബോമിന്റെ അമ്മ ഇടിച്ചിട്ടിട്ടും ആശുപത്രി കൊണ്ടുപോകാത്തേം ചെയ്യിക്കും. ഇത് കേട്ടതോടെ ജോയാണ് ആകെ പേടിച്ചാലും ടേയാങ്ങിന്റെ അച്ഛൻ പറഞ്ഞ ഓർമ്മ വരും. അതായത് ഇവന്റെ എവിഡൻസ് ഇല്ലാത്തോണ്ട് അവനെ കൊണ്ട് ഇത് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. അതോടെ ഇങ്ങേരും അങ്ങനെ ഒരു സംഭവം നടക്കാത്ത പോലെ ചുമ്മാ അനാവശ്യമൊന്നും പറയില്ലെന്ന് പറഞ്ഞ് ഇവനെ പോകാൻ പറയും. അങ്ങനെ ഈ കാറ് പൊട്ടിച്ചത് കേസ് കൊടുക്കാൻ എന്റെ എവിഡൻസ് ഉണ്ട്, അതേപോലെ നിന്റെ വല്ല എവിഡൻസ് ഉണ്ടെ മാത്രം പറഞ്ഞാൽ മതിയെന്ന് ജോ തിരിച്ചു പറയുമ്പം ഇത് കേട്ട് അവനും കുറച്ച് സങ്കടത്തി എവിഡൻസ് ഞാൻ പെട്ടെന്ന് ഒപ്പിക്കാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അപ്പോഴായിരിക്കും ജോയുടെ ജീവൻ ഇവിടെ തിരിച്ചു വരുന്നത്. അതിനുശേഷം തിരിച്ച് വീട്ടിലേക്ക് വരുന്ന ഇവനെ കണ്ട് മാനേജറാണ് ഇവൻ ഈ മൈക്കുമായിട്ടൊക്കെ എവിടേക്ക് പോയും ചോദിക്കും. അങ്ങനെ സാഗിയും ചുമ്മാ പുറത്തേക്കൊന്ന് പോയതാന്ന് പറയുമ്പം ഇവൻ പറഞ്ഞ കാര്യം ഇപ്പൊ മാനേജർ അന്വേഷിച്ചാണ്. അതായത് ഇവൻ പറഞ്ഞ പോലെ 6 വർഷം മുമ്പ് കറുത്ത കളർ റെസീവ് കാറൊന്നും മിസ്റ്റർ ജോയ്ക്കില്ലായിരുന്നു. അങ്ങനെ അതെന്തായാലും കൺഫേം എന്ന് പറയുമ്പം ഇവൻ വീണ്ടും കൺഫ്യൂസ് ആകും. കാരണം ഇവന്റെ സ്വപ്നത്തിൽ വന്നത് അയാൾ ആ കാർ ഓട്ടിച്ചിട്ട. പക്ഷെ അയാൾക്ക് ആ കാറില്ലെങ്കിൽ പിന്നെ ആ കാറിന്റെ ഓണർ ആരായിരിക്കും അറിഞ്ഞ് ഇവന് പിടികിട്ടത്തില്ല. പക്ഷെ അത് ടേയങ്ങിന്റെ അച്ഛന്റെ കാറാ. അതിനുശേഷം അടുത്ത ദിവസം ടേയങ്ങിന്റെ അച്ഛനാണ് കിംബോമിനെ ഫോൺ വിളിച്ചിട്ട് വീണ്ടും ഇവളെ വാൺ ചെയ്യും. മുമ്പ് പറഞ്ഞ പോലെ ചുമ്മാ പറഞ്ഞോണ്ടിരിക്കത്തില്ല. ഇവൾക്ക് ടേയങ്ങിനോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ അവന്റെ അടുത്ത് നകന്ന് നിൽക്കണമെന്ന്. കാരണം ഇവളുടെ ബാൻഡിൽ ചേരാൻ വേണ്ടി മാത്രമാ അവന് കിട്ടിയേക്കുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റി അവൻ ഇപ്പൊ കളഞ്ഞിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു അച്ഛന്റെ സ്ഥാനത്ത് ടേയിങ് നല്ല ചെയ്യാൻ നോക്കുമ്പോൾ അതിന് തടസ്സമായിട്ട് നീ വരില്ലെന്ന് പറഞ്ഞ് ഇവളെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴാണ് ഇവളത് കേട്ട് പുറത്തേക്ക് വരുമ്പം ടേയങ്ങാണ് ഇവൾക്ക് വേണ്ടി പുതിയ ഫോം വാങ്ങിച്ചു കൊടുത്തിട്ട് ഒരു ചേട്ടനായിട്ടെങ്കിലും അവന് സ്നേഹം കാണിച്ചാന്ന് പറയും. പക്ഷെ അവളാണ് അത് എടുത്തു കാണത്തില്ല. കാരണം ഇവന്റെ ഫീലിങ്സ് ഒന്നും വേണ്ടെന്ന അവൾ തിരിച്ച് എഴുതി വെച്ചേക്കുന്നത്. അങ്ങനെ അവൾ അവിടെ നേരെ കോളേജിലേക്ക് ചെന്നിട്ട് സത്യത്തി ഇവളുടെ ബാൻഡ് തന്നെ ഇല്ലാതാക്കാൻ തീരുമാനിക്കും. കാരണം ടേയങ്ങിന്റെ അച്ഛൻ പറഞ്ഞ പോലെ ഇവള് കാരണം അവന്റെ ഡ്രീം അച്ചീവ് ചെയ്യുന്നത് ഒരു തടസ്സമായിട്ട് മാറില്ലെന്ന്. അങ്ങനെ അവന്റെ ഇഷ്ടം സമ്മതിക്കാൻ പറ്റിയില്ലെങ്കിലും അവന് വേണ്ടി ഇതെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് അവളിപ്പോ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കും. അതുകൊണ്ട് ഈ കാര്യം അറിഞ്ഞ് അവരെല്ലാം ദേഷ്യത്തിൽ കിംബോമിനോട് ആര് പറഞ്ഞിട്ടാ ഈ ബാൻഡ് നിർത്താൻ പോകുന്നതെന്ന് അറിഞ്ഞ് അവരൊക്കെ ചോദ്യം ചെയ്യും. അപ്പോഴാണ് കിംബോമും ഈ ബാൻഡ് സ്റ്റാർട്ട് ചെയ്ത സാഗിയെ തന്നെ ടീമിൽ നിന്ന് പുറത്തേക്ക് പോയതുണ്ട്. ഇനിയിപ്പോ ഈ ബാൻഡൊക്കെ എന്തിനാന്ന് പറഞ്ഞ് അവൾ ചോദിക്കുമ്പം ഇത് കേട്ട് ഇവരെല്ലാം ദേഷ്യത്തിൽ സാഗിയ പോയെന്ന് പറഞ്ഞ് ഈ ബാൻഡ് അങ്ങനെ നിർത്താവോന്ന് ഇവരൊക്കെ ചൂടാകും. കാരണം സാഗിയ മാത്രമല്ല ഈ ബാൻഡ്, ഇവരെല്ലാരും കൂടെ ചേർന്നിട്ടുള്ള ഈ ബാൻഡ്. അതുകൊണ്ട് തീരുമാനം എടുക്കുവാണ് എല്ലാവരോടും ചോദിക്കണമെന്ന് ജിന്ന അവളോട് തർക്കിക്കുമ്പം അവളെല്ലാവരോടും സോറി പറഞ്ഞിട്ട് എന്തായാലും ഈ ബാൻഡിന് ഇനി ഫ്യൂച്ചർ ഇല്ലെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ടേയങ്ങാണ് ഇവളുടെ പുറകെ വന്നിട്ട് ഒരേ ഇന്നലെ അവൻ പ്രപ്പോസ് ചെയ്തോണ്ടാണോ ആ ദേഷ്യത്തെ അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും അതുകൊണ്ടൊന്നല്ല, ഇനി ഈ ബാൻഡ് കൊണ്ട് ഒരു യൂസും ഇല്ല, അതുകൊണ്ട് വെറുതെ ഇവിടെ നിന്ന് ഇവന്റെ സമയം കളയേണ്ടെന്ന് പറഞ്ഞ് ഇവന്റെ ഡ്രീം അച്ചീവ് ചെയ്യാൻ പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവളും അവൾ ടേയങ്ങിനെ ബാൻഡിൽ നിന്ന് പറഞ്ഞയച്ചെന്ന് അവന്റെ അച്ഛനെ ഫോൺ വിളിച്ചു പറയുമ്പം ഇപ്പൊ അവന്റെ അച്ഛനും ഭയങ്കര സന്തോഷത്തിൽ അവൻ വീട്ടിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ അതേപോലെ തന്നെ അവനിപ്പോ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് ഇവന്റെ അച്ഛനാണ് അവനിപ്പോ റൂമിലേക്ക് വിളിച്ചോണ്ട് പോയിട്ട് അവന്റെ ഗിത്താറൊക്കെ അന്ന് പൊട്ടിച്ചോണ്ട് അതിനോരം കുറെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വാങ്ങിച്ച് അവന്റെ റൂം ഫുള്ളും ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കും. അങ്ങനെ അതുകൊണ്ട് അന്ന് നടന്നതിനൊക്കെ ഇപ്പൊ അവന്റെ അച്ഛൻ സോറി വയ്ക്കുമ്പോഴാണ് ടേയങ്ങാണ് ഇവന്റെ അച്ഛനെ വിശ്വസിച്ച് അവൻ ഇവന്റെ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ആ ക്രൗൺ ബാൻഡിന്റെ ലീഡർ ആകാന്ന് പറയും. അങ്ങനെ സാഗ എന്നൊരുത്തൻ ആ ടീമിൽ ഉണ്ടായിരുന്നെന്ന് ആരും അറിയാത്തക്ക രീതിയിൽ അവൻ നല്ലോണം പെർഫോമൻസ് ചെയ്യുന്ന പറഞ്ഞ് ഇവന്റെ അച്ഛനെ വാക്കൊടുക്കും. അങ്ങനെ അതുകൊണ്ട് അവന്റെ അച്ഛനെ സന്തോഷത്തി അപ്പൊ തന്നെ മിസ്റ്റർ ജോയുടെ അടുത്തേക്ക് വിളിച്ചോണ്ടായി ഇവരെല്ലാ കാര്യം സെറ്റ് ആക്കുമ്പോഴാണ് ഇപ്പൊ ക്രൗണിന്റെ പുതിയ പാട്ട് ഇപ്പൊ തന്നെ റിലീസ് ചെയ്യാൻ പോകാന്ന് പറയും. അങ്ങനെ ആ ഒരു സന്തോഷത്തിന്റെ കൂടെ തന്നെ പുതിയ ലീഡറെ കിട്ടിയ സന്തോഷമായി നിറഞ്ഞ് ഇവരൊക്കെ ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുമ്പം അതേസമയം ജീനയ്ക്ക് ഇവനോട് ഒരു ക്രഷാകും. അങ്ങനെ അവസാനം ക്രൗണിന്റെ പുതിയ പാട്ട് റിലീസ് ആകുമ്പോഴാണ് ഇവിടെ പാർട്ട് ടൈം ജോബിന് പോയ കിംബമാണ് അവള് ക്രൗണിന്റെ പുതിയ പാട്ട് കേട്ടിട്ട് അത് അവളുടെ പാട്ടാന്ന് മനസ്സിലാകും. അങ്ങനെ അതുകൊണ്ട് അവളാണ് മൊത്തം ഞെട്ടിപ്പോയി അവളുടെ പാട്ട് അങ്ങനെ അവർക്ക് കിട്ടിയെന്ന് പറഞ്ഞ് അവൾ അപ്പൊ തന്നെ ആ ജീനയെ കാണാൻ വേണ്ടി കമ്പനിയിലേക്ക് ചെല്ലും. ഇതേ സമയം സാഗി ഈ പാട്ട് കേട്ടിട്ട് ഇത് കിംബം ഇവന് വേണ്ടി എഴുതിയ പാട്ടല്ലെന്ന് പറഞ്ഞ് അവന് നേരെ കമ്പനിയിലേക്ക് ചെല്ലും. അവരാണ് അതേസമയം റിപ്പോർട്ടേഴ്സ് ഒക്കെ ജീനെ ഇന്റർവ്യൂ ചെയ്തോണ്ടിരിക്കും. സത്യത്തിൽ ഈ പാട്ട് ഇവൾ എന്തായാലും ചെയ്തെന്ന്. അപ്പോഴാണ് അവളും അവളുടെ ആദ്യത്തെ ക്രഷ് സെറ്റായില്ലെന്ന് കുറച്ച് വിഷമത്തിരുന്നപ്പോഴ അവൾക്ക് ഇഷ്ടപ്പെട്ട വേറൊരു വ്യക്തിയെ കണ്ടുമുട്ടിയെന്ന് അറിയും. അങ്ങനെ അതായത് ടേയിങ്ങിനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആ ഓർമ്മയില അവൾ ഈ പാട്ട് എഴുതിയെന്ന് ഒരു തള്ളം കറക്കും. അതേസമയം അവിടേക്ക് വന്ന സാഗ്യാണ് കിംബോമിനെ കണ്ടിട്ട് ഇവളുടെ പാട്ട് എങ്ങനെ അവരുടെ പോയെന്ന് പറഞ്ഞ് ഇവനും ചോദിക്കുമ്പം അവൾ അതാ അവൾക്ക് അറിയാത്തെന്ന് പറഞ്ഞ് ഇപ്പൊ അവരോട് ഞാൻ തർക്കിക്കാൻ പോകാന്ന് പറയും. ഇത് കേട്ട് അവനും എങ്കിൽ പിന്നെ അവന് കൂടാരാന്ന് പറയുമ്പം ഇവൾ അതിന്റെ ഒന്നും ആവശ്യമില്ല, അവളുടെ കാര്യം അവൾ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് അവനെ മൈൻഡ് ചെയ്ത് അവളകത്തേക്ക് കയറി ചെല്ലും. അപ്പോഴാണ് ഇവളെ കണ്ട് ജീനയാണ് അടുത്തേക്ക് വരുമ്പം കിംബോമ ഭയങ്കര ദേഷ്യത്തി എന്റെ പാട്ട് എന്റെ അനുവാദത്തിൽ എന്തിനാ യൂസ് ചെയ്തെന്ന് പറഞ്ഞ് ഇവള് ചോദിക്കുമ്പം ജീനയാണ് ഒന്നും അറിയാത്ത പോലെ ഇവൾ എന്തിനെ കുറിച്ച് സംസാരിക്കുന്നത് ചോദിക്കും. അപ്പോഴാണ് കിംബോമും ഒന്നും അറിയാത്ത പോലെ ചുമ്മാ ആക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഇത് ഇവളുടെ അമ്മയായിട്ട് കൊച്ചിലെ തൊട്ട് എഴുതിയ പാട്ടാ. അങ്ങനെ അതുകൊണ്ട് ഈ കാര്യത്തിൽ വെറുതെ കളിക്കില്ലെന്ന് പറഞ്ഞ് അവളെ മര്യാദയ്ക്ക് ഈ പാട്ട് ഇപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്യാൻ പറയുമ്പം ജീനയാണ് അത് കേട്ടിട്ട് അത് ഇവളുടെ പാട്ടാന്ന് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും
പറ്റുമെന്ന് ചോദിക്കും. കാരണം ജീനയുടെ ഇപ്പൊ ഈ പാട്ടിന്റെ കോപ്പിറൈറ്റ് ഉണ്ട്, അതുകൊണ്ട് കേസിന് പോയാലും ഇവളെ വിജയിക്കത്തുള്ളൂ. അങ്ങനെ വെറും ഒരു പഴയ ബുക്ക് എടുത്തോണ്ട് വന്നിട്ട് അത് ഇവളുടെ പാട്ടാന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ലെന്ന് ജീനയും പറയുമ്പോൾ ഇത് കേട്ട് കിംബമും ദേഷ്യത്തി ഇവളുടെ പാട്ടെന്ന് പ്രൂവ് ചെയ്യാൻ ഈ ബുക്കുണ്ട്, അതേപോലെ അവളുടെ അമ്മയുടെ ചെയിനുണ്ടെന്ന് അറിയും. അങ്ങനെയാണ് ജീനയ്ക്ക് ഇത് പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അവളും ബുക്ക് ഷീറ്റ് എടുത്ത് കൊടുത്തിട്ട് ഇവളും പണ്ട് തൊട്ട് എഴുതിയ പാട്ടെന്ന് അറിയും. അങ്ങനെ ചിലപ്പോൾ പാട്ട് ഒരേപോലെ വരാന്ന് ജീനയും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കിംബമ്മാണെ സമ്മതിച്ചെടുക്കാതെ നീ അന്ന് ട്രിപ്പിന് വെച്ചല്ലേ എന്റെ പാട്ട് കോപ്പി അടിച്ചെന്നറിഞ്ഞ് അവൾ ഇത് കോടതി ചെന്ന് കേസാക്കുമെന്നറിയും. അതിനുശേഷം അവസാനം ജീന പോലീസിനെ വിളിച്ച് അവൾ അവിടെ നിന്ന് പിടിച്ചോണ്ടാൻ പറയും. അപ്പനാണ് ഇതുകൊണ്ട് സാഗ്യം അവളുടെ പുറകെ പോകാൻ നോക്കുന്നത്. പക്ഷെ അതിനുമ്പ് തന്നെ പോലീസ് അവളെ വിളിച്ചോണ്ടുപോകും. അങ്ങനെ അതിനുശേഷം ഈ കാര്യമൊക്കെ ജോയ് അറിയുമ്പോഴാണ് അയാളാണ് ടെൻഷനായിട്ട് ജീന നീ അപ്പൊ സത്യത്തി അവളുടെ പാട്ടാണ് കോപ്പി അടിച്ചത്, നിനക്ക് വേറെ ആരുടെയും പാട്ടൊന്നും കിട്ടിയില്ലേ, ഉള്ള പ്രശ്നത്തിന്റെ ഇടയിൽ നീ ഇതും കൂടെ ചേർക്കണോ എന്ന് ഇവളുടെ അച്ഛനും ദേഷ്യപ്പെടുമ്പോൾ ഇവളാണ് അച്ഛനോട് സോറി ചോദിച്ചിട്ട് ഇവൾ അതേപോലെ ആ പാട്ടൊന്നും യൂസ് ചെയ്തില്ല, അവൾ അതിൽ കുറെ ചേഞ്ച് വരുത്തിയിട്ട് ഈ പാട്ട് റിലീസ് ചെയ്തെന്ന് പറയും. കൂടാതെ അച്ഛൻ കുറെ ഫോഴ്സ് ചെയ്തോണ്ടല്ലേ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്തെന്ന് പറഞ്ഞ് ഇവളിപ്പോ അച്ഛനോട് മാപ്പ് വഹിക്കുമ്പോൾ ഇത് കേട്ട് ഇവളുടെ അച്ഛനാണ് എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യും, ഇനി മേലെ നീ ഈ സോങ് കോപ്പി അടിച്ചാൽ നീ ഒരിക്കലും പറഞ്ഞോല്ലേ, ഇനിയിപ്പോ ഇത് നിന്റെ പാട്ടാ, അതിനുവേണ്ടി നീ എന്തും ചെയ്യണം. ഒരു ഷീക്കാരെല്ലാം പുറത്തു വന്ന പിന്നെ നിന്റെ ജീവിതം മാത്രമല്ല നമ്മുടെ കമ്പനി നിന്നെ മൊത്തത്തിൽ ഇല്ലാതായിപ്പോ, അതുകൊണ്ട് ഒരു കാരണവശാലും നീ നിന്റെ ധൈര്യം വിട്ട് കളയില്ല എന്ന് ഇവളുടെ അച്ഛനും കുറെ അഡ്വൈസ് ചെയ്യും. അതേസമയം കിംബമാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കംപ്ലൈന്റ് കൊടുക്കുമ്പോഴാണ് ആ പോലീസാണ് ഇവള് പറയുന്നത് വിശ്വസിക്കാതെ ഇവളെ ചോദ്യം ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് വന്ന് സാഗയാണ് ഇവൾക്ക് തലയ്ക്ക് കുറച്ച് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് അവളെ വിളിച്ചിട്ട് പോകാൻ നോക്കുമ്പോൾ കിംബമാണ് ദേഷ്യത്തി എന്റെ തലയ്ക്ക് എന്തോ പ്രശ്നം, സാഗി എനിക്ക് ബന്ധുവിനോട് സംസാരിക്കാൻ വയ്യ, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോയേക്ക് എന്നിട്ട് അവന് ദേഷ്യത്തിൽ പറഞ്ഞുവിടാൻ നോക്കുമ്പോൾ ഇവനാണ് അവളെ സമാനപ്പെടുത്താൻ നോക്കും. കാരണം ഇങ്ങനൊന്നും സംസാരിച്ച ഈ കേസ് ഇവൾക്ക് ബാധമായിട്ട് മാറത്തില്ല, അതുകൊണ്ട് അത് മനസ്സിലാക്കുന്ന അവനും ഞങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയതുകൊണ്ടാ സാർ ഇവളിപ്പോ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്ന പറഞ്ഞിട്ട് അവൻ ഐസിന് അവളെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അതോടെ അവളാണ് ദേഷ്യത്തി സാഗി നിനക്ക് എന്താ വേണ്ട, ഇനി നിന്നെ ആ ജീന പറഞ്ഞു ചേച്ചിയാണോ ഞാൻ ഈ കേസ് കൊടുക്കുന്ന എങ്ങനെയൊക്കെ തടയണമെന്ന് എന്നിന് ഇവളും ചൂടാകുമ്പോൾ ഇത് കേട്ട് അവനും കിംബം നീ ദേഷ്യത്തിൽ ഓരോ സംസാരിക്കാതെ, നിനക്ക് എന്നെ വിശ്വാസമില്ല, ഞാൻ എപ്പോഴും നിന്നെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ, കൂടാതെ നമ്മളൊരു പ്ലാനും ചെയ്യാതെ അവരെതിർക്കാൻ നോക്കിയാൽ അവസാനം അവർ നിന്നെ മൊത്തത്തിൽ ഇല്ലാതാക്കിയിട്ട് പോകും, പിന്നെ നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നിന് ഇവനും പറഞ്ഞു കൊടുക്കുമ്പോൾ അവള് വലിയ ഫേമസ് ഒന്നും അല്ലല്ലോ എന്ന് പറഞ്ഞ് പിന്നെന്തിനാ അവള് പേടിക്കുന്നതെന്ന് ചോദിക്കും. അങ്ങനെ എന്റെ പാട്ട് അവർ യൂസ് ചെയ്തിട്ട് ഞാനിങ്ങനെ ചുമ്മാ നോക്കി നിൽക്കണമെന്ന് പറഞ്ഞ് അവൾ ഇവനോട് ചൂടാകുമ്പോൾ ഇവനാണ് ഇങ്ങനെ പെട്ടെന്ന് തീരുമാനം എടുത്ത ഇവളുടെ അമ്മയുടെ അവസ്ഥ ആയിപ്പോന്ന് പറയും. അങ്ങനെ അതോടെ അവളാണ് പെട്ടെന്ന് ഷോക്കാകുമ്പോൾ ഇവനും അവൻ പറയാൻ ഉദ്ദേശിച്ചത് പെട്ടെന്ന് റിസ്ക് ഒന്നും എടുക്കാതെ പതിയെ പ്ലാൻ ചെയ്ത് അവരെതിർക്കാൻ വേണ്ടി പറയും. കാരണം ഇവളെ കണ്ട് ആ മിസ്റ്റർ ജോ മൊത്തത്തിൽ പേടിച്ചിരിക്കുക, അതുകൊണ്ട് തീർച്ചയായിട്ടും നീ വിജയിക്കാനാ സാധ്യതയുള്ളെന്ന് പറഞ്ഞ് ഇവളുടെ ഒപ്പം തന്നെ അവനും കാണുന്നറിയും. അതേസമയം ഇവിടെ ടെയ്യങ് ലീഡറായത് വേറെ ആരും അറിയാതിരിക്കാൻ വേണ്ടി അവന് സീക്രട്ട് ആയിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്യാൻ പറഞ്ഞ് മിസ്റ്റർ ജോയുടെ ആൾ അവിടെ നിന്ന് പോകും. കാരണം എല്ലാവർക്കും ഇതൊരു സർപ്രൈസ് ആയിട്ട് വെച്ചേക്കുക, അതുകൊണ്ട് ആ ടീമിലേക്ക് ആർക്കും തന്നെ അറിയത്തില്ല. അതിനുശേഷം ഇവിടെ അവനാണ് കിംബം സാഗിയെ മാത്രമേ സ്നേഹിക്കുന്നുള്ള ദേഷ്യത്തിൽ അവൻ അവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന ജീനയാണ് ഇവനെ കണ്ട് ഇംപ്രസ് ആയിട്ട് ഇവനെ ശല്യപ്പെടുത്താതെ അവൾ അവിടെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് സാഗി അവൾക്ക് മെസ്സേജ് അയക്കുന്ന ഇവൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് അവൻ ഒരിക്കലും പ്രതീക്ഷയില്ലെന്ന്, അതുകൊണ്ട് ഇനി ഇവർ തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് അവന് മെസ്സേജ് ഇട്ടേക്കും. അതിനുശേഷം ഇവിടെ വീട്ടിൽ വെച്ച് സാഗിയാണ് ആ മിസ്റ്റർ ജോയുടെ കമ്പനി ചെയ്ത കാര്യമൊക്കെ അവൻ ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഇവനിടുന്ന ഓരോ പോസ്റ്റും ആ ജോയുടെ കമ്പനിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്തോണ്ടിരിക്കും. അതുകൊണ്ട് അവനും ദേഷ്യത്തി അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കും. ഇതേസമയം കിംബമാണ് ഒരു ലോയറിനെ കണ്ട് ഇത് അവളുടെ പാട്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവനാണെ മൊത്തം ഷോക്കായിട്ട് എന്റെ മോൾ ഇത് നിന്റെ പാട്ടോ, പക്ഷെ കോപ്പിറൈറ്റ് അവരുടെ ആണല്ലേ, പിന്നെ എങ്ങനെ ഞാൻ കേസ് ഏറ്റെടുക്കുന്നത് എന്നിന് ഈ ലോയർ വഹിക്കുമ്പോഴാണ് അവൾ ഇത് എന്റെ പാട്ടാന്ന് പറഞ്ഞ് ഇത് പഴയ ബുക്ക് എന്നൊക്കെ പറഞ്ഞ അവളുടെ പ്രൂഫൊക്കെ കാണിക്കും. പക്ഷെ അവസാനം വരെ ലോയർ എന്തായാലും ഈ കേസ് എടുത്തോണ്ട് പോയാൽ അവരെ ജയിക്കത്തോളം പറഞ്ഞ് ഇവൾ ഇപ്പൊ തന്നെ പൈസ വേസ്റ്റാക്കാൻ നിർത്താൻ പറയും. അതിനേശം ഇവിടെ സാഗിയും അവൻ അറിയാവുന്ന ഒരു റിപ്പോർട്ടറിനെ കാണാൻ വേണ്ടി വരുമ്പോൾ അങ്ങേരാണ് ഈ വരുന്ന ഉദ്ദേശം മനസ്സിലാക്കിയിട്ട് ഇയാളെ കൊണ്ട് സഹായിക്കാനൊന്നും പറ്റത്തില്ലെന്ന് അറിയും. അപ്പോഴാണ് സാഗിയും ചേട്ടാ അതിന് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ, എനിക്ക് നിങ്ങളെ സഹായം ചെയ്യണം, ഇപ്പൊ ആ ക്രൗൺ ബാരിൽ നിന്ന് റിലീസ് ചെയ്ത പാട്ട് അതെന്റെ ഫ്രണ്ടിന്റെ എന്നിന് ഇവന് ആ സത്യം ന്യൂസിലാക്കാൻ പറയുമ്പോൾ അങ്ങേരാണ് അതൊരിക്കലും നടക്കത്തില്ലെന്ന് അറിയും. കാരണം ഇവരുടെ TV ചാനലിന്റെ പകുതി ഷെയർ ആ മിസ്റ്റർ ജോയുടെ കയ്യില, അതുകൊണ്ട് അയാൾക്കെതിരായിട്ട് പിന്നെ എന്തോ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇയാൾ അവിടെ നിന്ന് പോകുമ്പോൾ ഇവൻ എന്തായാലും സത്യസന്ധമായിട്ടുള്ള റിപ്പോർട്ടർ ആയതുകൊണ്ട് നിങ്ങളതിന് തീർച്ചയായിട്ടും സഹായിക്കുമെന്ന് അവൻ അവിടെ നിന്ന് വിളിച്ച് പോയിക്കൊണ്ടിരിക്കും. അതിനുശേഷം അവൻ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് അവൻ ഇവന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ജീനയെ കാണും. അങ്ങനെ അവൻ മൈൻഡ് ചെയ്യാതെ പോകാൻ നോക്കിയാലും ഇവളാണ് അത് ഇവളുടെ പാട്ടാന്ന് എന്തുകൊണ്ട് വിശ്വസിക്കാത്തതും ചോദിക്കും. അപ്പോഴാണ് സാഗിയും ദേഷ്യത്തി ജീന നിനക്ക് തന്നെ അറിയുന്നത് നിന്റെ പാട്ടല്ല കിംബം എഴുതിയ പാട്ടാന്ന്, പിന്നെ ഇതിനെ നീ വെറുതെ കള്ളം പറയുന്നത്, ഒരു പക്ഷെ നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന നിനക്ക് ആഗ്രഹമുണ്ട്, നീ ഇപ്പൊ തന്നെ സത്യം എല്ലാവരോടും പറഞ്ഞേക്ക്, അതായിരിക്കും നിനക്കും നല്ലത്, നീ കാരണം കിംബം ഇപ്പൊ ഒത്തിരി വിഷമിച്ചിരിക്കുക എന്നിന് അവനും പറയുമ്പോൾ ഇത് കേട്ട് അവള് സങ്കടത്തി പണ്ട് തൊട്ട് ഇവനോട് സപ്പോർട്ട് ചെയ്ത ഇവളെ വിശ്വസിക്കാതെ ഇപ്പൊ ഇടയ്ക്ക്
കണ്ടുമുട്ടിയ കിംബോമിനെയാണോ നീ വിശ്വസിക്കുന്നതെന്ന് ചോദിക്കും. അങ്ങനെ എപ്പം നോക്കിയാലും നിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഞാനല്ലേ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞ് ഇപ്പൊ ജീനയും പറയുമ്പം ഇത് കേട്ട അവനെ ആര് സപ്പോർട്ട് ചെയ്തല്ല വളർന്ന് അവന്റെ ടാലന്റ് കാരണം തനിച്ച് വളർന്നതെന്ന് അറിഞ്ഞിട്ട് ഇവൻ അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇപ്പൊ അടുത്ത ദിവസം സാഗിയാണ് കിംബോമിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോഴാണ് ആന്റിയാണ് ഇവനെ കണ്ടിട്ടും അവർ വലുതായിട്ട് മൈൻഡ് ചെയ്യാതെ അവന് ഫുഡൊക്കെ കൂടി സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് വന്ന കസിനാണ് പെട്ടെന്ന് സാഗിയെ കണ്ട് ഷോക്കായിട്ട് എന്റെ പൊന്നു സാഗിയ ഇത്രയും ദിവസം എവിടെ പോയെന്ന് പറഞ്ഞ് അവനെ ഹഗ് ചെയ്ത് കരഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് അവന് ശ്വാസം വിടാൻ പറ്റാതെ എന്നെ കൊല്ലാതിരിന്ന് പറഞ്ഞ് അവളെ പിടിച്ച് മാറ്റിയിടും. അതിനുശേഷം അവിടേക്ക് വന്ന ജിന്നാണ് ഇവനെ കണ്ട് ദേഷ്യത്തി ഇവന്റെ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോകാനായിരിക്കും ഇപ്പൊ ഇവിടേക്ക് വന്നെന്ന് പറയും. അപ്പോഴാണ് ആന്റി ഇവിടുന്ന് പിടിയിട്ടിട്ട് എടാ നാണയില്ലാത്തവനെ പറഞ്ഞോലെ ഇത്ര ദിവസം നീ വീട്ടിലായിരുന്നില്ല, ഈ തണ്ടി ആരാണ് വീട്ടിലേക്ക് കയറ്റിയ എന്നതിന് അവന് നേർക്ക് യുദ്ധം തുടങ്ങുമ്പോൾ അവനാണ് കൂളായിട്ട് ഹാൻഡിൽ ചെയ്യും. അതോടെ ആന്റിയും കട്ടക്കരിപ്പി ഇവന്റെ കൂൾ ഞാൻ ഇപ്പൊ ഇല്ലാതാക്കി തരാന്ന് പറഞ്ഞ് അവനിട്ട് ഓട്ടിക്കുമ്പോൾ അതേസമയം റൂമിലേക്ക് വന്ന് നോക്കുന്ന സാഗിയാണ് ഇവന്റെ റൂമിൽ തെയ്യങ്ങില്ലാതെ ഈ ജിന്ന് ഇവിടെ എന്തോ ചെയ്യുന്നു ചോദിക്കും. അപ്പൊ ജിന്ന് അവൻ അപ്പൊ തന്നെ അടിച്ച് തറയിലാക്കിയിട്ട് എടാ നാണയില്ലാത്തവനെ നിനക്ക് തോന്നുമ്പോൾ ബാൻഡൊക്കെ ക്ലോസ് ചെയ്തിട്ട് നീ അതിനൊരു ഉത്തരം പോലും പറയാതെ ഇപ്പൊ തിരിച്ചിങ്ങോട്ടേക്ക് വന്നേക്കുന്നു എന്നിന് അവനും ചോദിക്കുമ്പോൾ ഇവിടെ സാഗിയാണ് അത് കാരണം നീ വിഷമിക്കുമെന്നറിയാം, പക്ഷെ എന്റെ തീരുമാനം അതായി പോയെന്ന് പറഞ്ഞ് സാഗിയും പറയും. പക്ഷെ ഇവിടെ ജിന്നാണ് കട്ടക്കലിപ്പിരിക്കുക. കാരണം ഈ ബാൻഡ് വിശ്വസിച്ച അവൻ മറ്റേ ബാൻഡ് കളഞ്ഞിട്ട് ഇവിടേക്ക് ചേർന്ന്. അങ്ങനെ അതുകൊണ്ട് ഇവർ തമ്മിൽ ചെറിയ അടിയാകുമ്പോഴാണ് സാഗിയും എന്നെ ഒരു റിപ്പോർട്ടർ വിളിച്ചെന്ന് പറഞ്ഞിട്ട് അവനും പെട്ടെന്ന് ജിന്ന് ബൈ ബൈ പറഞ്ഞ് അവിടെ നിന്ന് പോകും. അങ്ങനെ ഇത് കണ്ട് ജിന്ന് അവന്റെ പുറകെ വരാൻ നോക്കുമ്പോൾ കസിനും തടഞ്ഞിട്ട് എന്റെ സാഗിയെ ഫോളോ ചെയ്യാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്ന് ഇവനെ തടഞ്ഞിർത്തും. അതേസമയം ജിന്നും അവനെ സപ്പോർട്ട് ചെയ്യുന്നതിനാണ് നീ വരുന്നതെന്ന് പറഞ്ഞ് അവന് പോകാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ഇവളാണ് അവനെ ഹഗ് ചെയ്ത് തടഞ്ഞിർത്തും. അതോടെ ജിന്നാണ് ഇവിടെ മൊത്തത്തിൽ വീണോമിരാണ് അവന് മര്യാദ കൈയെടുക്കുന്ന പറഞ്ഞ് അവളെ നോക്കി പതിയെ പറയും. കാരണം ഇവർ തമ്മിൽ ഒരു ചെറിയ റൊമാൻസ് ഒക്കെ വന്നു തുടങ്ങി. അങ്ങനെ അതോടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാം. We were running out.